ഗുരുവായൂർ ചാവക്കാട് മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് സമരം പിൻവലിച്ചു. സ്പീഡ് ഗവർണറിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തുവെന്നാരോപിച്ചായിരുന്നു പണിമുടക്ക്. 11 ദിവസം നീണ്ടുനിൽക്കുന്ന കണ്ടശാങ്കടവ് ജലോത്സവത്തിന് തുടക്കമായി. ജലോത്സവ നഗരിക്ക് മിഴിവേകി കുടുംബശ്രീ കലോത്സവം അരങ്ങേറി. തിങ്കളാഴ്ച വിനായക ചതുർത്ഥി. ജലാശയങ്ങളെ നിമജ്ജനം ചെയ്യാൻ ഗണേശ വിഗ്രഹങ്ങൾ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാത്ത ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ച് ഗുരുവായൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ ആരംഭിച്ച പണിമുടക്ക് പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ പിൻവലിച്ചു. അപ്രതീക്ഷിത ബസ് സമരം യാത്രക്കാരെ വലച്ചു. ഗുരുവായൂർ ജോയിന്റ് ആർടിഒ AP അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ മിന്നൽ പരിശോധന നടത്തിയത്. സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാതെ കണ്ടെത്തിയ 12 ബസ്സുകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയതായി അറിയിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഈ ബസ്സുകൾക്കെതിരെ നോട്ടീസ് നൽകി. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന കാരണം സമയത്തിന് സർവീസ് നടത്താൻ സാധിക്കുന്നില്ല എന്ന കാരണവുമായി ബസ് ജീവനക്കാർ സംഘടിച്ച് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പതിവ് പോലെ എത്തിയ KSRTC ബസ്സുകൾ തടയാൻ സ്വകാര്യ ബസ് ജീവനക്കാർ ശ്രമിച്ചു. ഗുരുവായൂർ SITG ദിലീപിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി KSRTC ബസ്സുകൾക്ക് സംരക്ഷണം നൽകി. ദുരിതമാണ്. പെട്ടെന്നുള്ള മിന്നൽ പണിയോടൊക്കെ നമ്മൾ ആരും അറിയുന്നില്ലല്ലോ. ഇതെന്തായാലും ഒരു കടുത്ത നീതിയായി പോയി എന്നുള്ള അഭിപ്രായം നമുക്കുള്ളത്. എന്തായാലും അത് കടുത്ത നീതിയാണ്. ധാരാളം യാത്രക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, എത്രയോ ആളുകളാണ് ഇപ്പോൾ ഇത് കാരണം ബുദ്ധിമുട്ടുന്നത്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇല്ല. ആകെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ഉള്ളത്. സ്പീഡ് ഗവർണർ പരിശോധനയെ തുടർന്ന് ചാവക്കാട് മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. പണിമുടക്കിനെ തുടർന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ KSRTC ബസ് തടയാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് പോലീസും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ ഗുരുവായൂരിൽ നിന്ന് യാത്രക്കാരുമായി വന്ന എറണാകുളം ബസ് സ്വകാര്യ ബസ് ജീവനക്കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കാൻ ശ്രമിച്ചു. പിന്നീട് പോലീസ് ഇടപെട്ട് യാത്രക്കാരെ കയറ്റി സർവീസ് പുനരാരംഭിച്ചു. വടക്കാഞ്ചേരിയിൽ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ 5 സ്വകാര്യ ബസ്സുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M. സുനിൽകുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, രമേശ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഓട്ടുപാറയിലും വടക്കാഞ്ചേരിയിലും പരിശോധന നടത്തിയത്. KSRTC ബസ്സുകളിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാത്ത ഒരു ബസിന്റെ ഫിറ്റ്നസ് അധികൃതർ റദ്ദാക്കി. എന്നാൽ പരിശോധന നടത്തിയ സ്വകാര്യ ബസ്സുകളിൽ ഒരെണ്ണത്തിനും സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നില്ല. പരിശോധന നടക്കുന്നതറിഞ്ഞ ചില സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയിരുന്നു. സംസ്ഥാനത്തിന് തന്നെ അഭിമാനിക്കാവുന്ന തരത്തിൽ മികച്ച സംഘാടന മികവോടെ കണ്ടശാങ്കടവ് ജലോത്സവം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞുവെന്ന് ജില്ലാ കളക്ടർ MS ജയ അഭിപ്രായപ്പെട്ടു. 11 ദിവസം നീണ്ടുനിൽക്കുന്ന കണ്ടശാങ്കടവ് ജലോത്സവത്തിന് തുടക്കം കുറിച്ച് ജലോത്സവ നഗരിയിൽ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു കളക്ടർ. സംഘാടക സമിതി ചെയർമാനും മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ VN സുർജിത് അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി രക്ഷാധികാരി PA മാധവൻ MLA മുഖ്യാതിഥിയായിരുന്നു. ജനറൽ കൺവീനറും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രജനി കൃഷ്ണാനന്ദ്, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, KV വിനോദൻ, KB ജയറാം തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കണ്ടശാങ്കടവ് ജലോത്സവ നഗരിക്ക് മിഴിവേകി കുടുംബശ്രീ കലോത്സവം അരങ്ങേറി. മണലൂർ പഞ്ചായത്തിലെ 1500ഓളം വരുന്ന CDS കുടുംബശ്രീ അംഗങ്ങളാണ് കയ്യും മെയ്യും മറന്ന വേദിയിൽ നിറഞ്ഞാടിയത്. കലോത്സവം PA മാധവൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ VN സുർജിത് അധ്യക്ഷനായിരുന്നു. കൺവീനർ രജനി കൃഷ്ണാനന്ദ്, KB ജയറാം, റോബിൻ വടക്കേത്തല തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ കലാമത്സരങ്ങൾ വേദിയിൽ അരങ്ങേറി. 2ാം ദിവസമായ തിങ്കളാഴ്ച ജലോത്സവ നഗരിയിൽ വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ വൈകിട്ട് 7-ന് ചെണ്ടമേളം അരങ്ങേറും. തുടർന്ന് രാജീവ് ഏനാമാക്കൽ അവതരിപ്പിക്കുന്ന മാജിക് ഷോയും നടക്കും. കണ്ടശാങ്കടവ് ജലോത്സവ നഗരിയിൽ ആദ്യ ദിനത്തിൽ പൂക്കള മത്സരം അരങ്ങേറി. കുടുംബശ്രീ ക്ലബ്ബ് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. 8 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ക്ലബ്ബ് വിഭാഗത്തിൽ മാങ്ങാട്ടുകര തണൽ കാർഷിക കൂട്ടായ്മ 1ാം സ്ഥാനവും കാരമുക്ക് യുവധാര ക്ലബ്ബ് 2ാം സ്ഥാനവും നേടി. കുടുംബശ്രീ വിഭാഗത്തിൽ അന്തിക്കാട് പഞ്ചായത്തിലെ 18ാം വാർഡിലെ കുടുംബശ്രീ 1ാം സ്ഥാനവും അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡ് കുടുംബശ്രീ അംഗങ്ങൾ 2ാം സ്ഥാനവും നേടി.
അന്തിക്കാട് പഞ്ചായത്തിലെ 4-ാം വാർഡിനാണ് 3-ാം സ്ഥാനം. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സംഘാടക സമിതി ചെയർമാൻ വി.എൻ. സുർജിത്ത് സമ്മാനിച്ചു. വിഘ്നേശ്വരനായ ഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥി തിങ്കളാഴ്ച ആഘോഷിക്കുന്നു. നൂറുകണക്കിന് ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. ബാലഗണപതി, മഹാഗണപതി, ശക്തി ഗണപതി, ക്ഷിപ്രപ്രസാദ ഗണപതി, ലക്ഷ്മി വിനായകൻ തുടങ്ങി ഗണപതിക്ക് 32 ഭാവങ്ങളാണ്. വിനായക ചതുർത്ഥിയിൽ വ്രതമനുഷ്ഠിക്കുന്നതിന് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പാർവതി പരമേശ്വരന്മാർക്ക് വിവാഹശേഷം ഏറെക്കാലമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല. ദുഃഖിതയായ ശ്രീ പാർവതി അന്നപാനം ഉപേക്ഷിച്ച് ആദി ഗണപതിയെ ഉപാസിച്ചു. ഘോര തപസ്സിന് ശേഷം ഗണപതി തന്നെ പുത്രനായി ജനിക്കുമെന്ന് വരം നൽകി. അതിനാൽ ചതുർത്ഥി ദിവസം ഭക്തർ വ്രതമെടുത്ത് ഗണേശമന്ത്രം ജപിക്കുന്നത് സന്താനഭാഗ്യമുണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ചതുർത്ഥിയിൽ ചന്ദ്രൻ ഗണപതിയെ കളിയാക്കി ചിരിച്ചുവത്രേ. അതിനാൽ കോപിതനായ ഗണപതി അന്നേ ദിവസം ചന്ദ്രനെ കാണുന്നവർക്ക് മാനഹാനി ഭവിക്കുമെന്ന് ശപിച്ചു. ഇതുകൊണ്ടാണ് വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണരുതെന്ന് പറയുന്നത്. ഗണേശോത്സവ സമാപനത്തിൽ ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. അന്തിമമായി ലോകം പ്രളയത്തിൽ ലയിക്കുമെന്ന മൂലതത്വത്തിന്റെ പ്രതീകാത്മക ആവിഷ്കാരമായാണ് ചതുർത്ഥിയാഘോഷ സമാപനത്തിലെ ഗണേശ പൂജയും ഗണേശ വിഗ്രഹ നിമജ്ജന ക്രിയയും. ന്യൂസ് ഡെസ്ക് TCV. തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയത്തിന്റെ കൂദാശയും പ്രതിഷ്ഠാകർമ്മവും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. മാർ ആൻഡ്രൂസ് താഴത്തിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇടവക അംഗങ്ങൾ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു. തുടർന്ന് ആർച്ച് ബിഷപ്പ് പള്ളിയുടെ പ്രധാന വാതിൽ തുറന്ന് ദീപം തെളിയിച്ചതിനു ശേഷം കൂദാശകർമ്മം നിർവഹിച്ചു. ആദ്യ ദിവ്യബലിക്കും മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതിരൂപത വികാരി ജനറൽ ഫാദർ പോൾ പേരാമംഗലം, വേലൂർ ഫെറോന വികാരി ഫാദർ തോബിയാസ് ചാലക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പൊതുസമ്മേളനം ബാബു എം പാലിശ്ശേരി MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ, മേയർ IP പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല പത്മനാഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പത്മ വേണുഗോപാൽ, ഷൈനി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിലേക്ക്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം ജോലി ചെയ്ത പുരുഷ തൊഴിലാളികൾക്ക് കൂടി സർക്കാർ ഓണക്കോടി നൽകണമെന്ന് KP ധനപാലൻ MP പറഞ്ഞു. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തുമ്പപ്പൂ അത്തം ഘോഷയാത്രയ്ക്ക് ശേഷം നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്നും പുരുഷ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ധനപാലൻ കൂട്ടിച്ചേർത്തു. TN പ്രതാപൻ MLA അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉപഹാര സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി റപ്പായി, വൈസ് പ്രസിഡന്റ് AA അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഘോഷയാത്രയിൽ മികച്ച പ്രകടനം നടത്തിയ കുഴൂർ ഗ്രാമപഞ്ചായത്തിനും 2ാം സ്ഥാനം നേടിയ പൊയ്യ ഗ്രാമപഞ്ചായത്തിനും പുരസ്കാരം നൽകി. നെല്ലായി കൊളത്തൂർ ധനലക്ഷ്മി സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. NP മുരളി ഉദ്ഘാടനം ചെയ്തു. KMN കർത്ത അധ്യക്ഷനായിരുന്നു. അഭിഭാഷക ഗുമസ്തനായി 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ചതിനു ശേഷം വക്കീൽ പരീക്ഷ പാസായ അഡ്വക്കേറ്റ് OK ജയരാജിനെ ആദരിച്ചു. സംഘം സെക്രട്ടറി വിജയൻ, സദാശിവൻ, രാമചന്ദ്രൻ പറമ്പത്ത്, R രാമചന്ദ്രൻ, അനിൽ, വേണു, രവീന്ദ്രൻ, ഗോപിനാഥ്, ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ഡ്വാർഫ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടിയ കായിക പ്രതിഭ ജോബി മാത്യുവിന് ഏങ്ങണ്ടിയൂർ നന്മ ലേണിംഗ് സെന്ററിൽ ഊഷ്മളമായ സ്വീകരണം. കുട്ടികൾക്ക് പ്രചോദനവും ആത്മവിശ്വാസവും പകരുന്നതിനു വേണ്ടിയാണ് ജോബി മാത്യുവിനോടൊപ്പം ഒരു ദിവസം എന്ന സംവാദം നന്മ സംഘടിപ്പിച്ചത്. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾ മധുരം നൽകിയാണ് ജോബി മാത്യുവിനെ സ്വീകരിച്ചത്. നന്മ സെന്ററിലെ നവീൻ മാത്യു എന്ന കുട്ടി ജോബി മാത്യുവിന് മുൻപിൽ എവറസ്റ്റ് കീഴടങ്ങി എന്ന തലക്കെട്ടോടെ വരച്ച ചിത്രം അദ്ദേഹത്തിന് സമ്മാനിച്ചു. കഠിനാധ്വാനവും ആത്മാർത്ഥമായ ശ്രമവും ഉണ്ടെങ്കിൽ ലോകത്തിൽ ഏത് നേട്ടവും എത്തിപ്പിടിക്കാനാകുമെന്ന് ജോബി മാത്യു കുട്ടികളെ ഓർമ്മിപ്പിച്ചു. നന്മ മുഖ്യരക്ഷാധികാരി കേണൽ EV കൃഷ്ണൻ, സെക്രട്ടറി PK ജയരാജൻ എന്നിവരും കുട്ടികൾക്കൊപ്പം സംവാദത്തിൽ പങ്കെടുത്തു. ഇതോടൊപ്പം നന്മയിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തവിരുന്നും അരങ്ങേറി.
അവണിശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഒക്ടോബർ 13 നടത്തുന്ന നിലവ് 2013 പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിന് മുന്നോടിയായി സ്കൂളിൽ ആലോചനാ യോഗം ചേർന്നു. അൽഫോൻസ അധ്യക്ഷത വഹിച്ചു. MR ജോഷി, VT ജോൺസൺ, അജോ ഫ്രാൻസിസ്, അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഗുരുവായൂരിലെ ഇരിങ്ങപ്പുറം മൈത്രി കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അത്തം ഘോഷയാത്ര സംഘടിപ്പിച്ചു. മാവേലി, കുമ്മാട്ടികൾ, വിവിധ മതങ്ങളുടെ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത കുട്ടികൾ, കേരളീയ വസ്ത്രമണിഞ്ഞ സ്ത്രീകൾ എന്നിവർ ഘോഷയാത്രയിൽ അണിനിരന്നു. കണ്ടംകുളങ്ങര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മണിഗ്രാമം സെന്റർ വഴി മൈത്രി നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന കായിക മത്സരങ്ങൾ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP വിനോദ് ഉദ്ഘാടനം ചെയ്തു. മൈത്രി സാംസ്കാരിക വേദി പ്രസിഡന്റ് TB ദയാനന്ദൻ അധ്യക്ഷനായിരുന്നു. വാർഡ് കൌൺസിലർ ഷൈനി ഷൈൻ, TS പ്രദീപ്, സതി ബാബുരാജ്, TS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനെല്ലൂരിലുണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബിടെക് വിദ്യാർത്ഥി മരിച്ചു. അഞ്ചേരി ചിറ തളിയത്ത് വീട്ടിൽ പോളിന്റെ മകൻ 20 വയസ്സുള്ള പെബിനാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. പെബിന് ഓടിച്ചിരുന്ന ബൈക്കിൽ ടിപ്പർ വന്ന് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെബിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഞായറാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. കുട്ടൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ലക്ഷാർച്ചനയോടനുബന്ധിച്ച് ആനയൂട്ട് നടന്നു. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ അനുജ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ 12 ഗജവീരന്മാർ അണിനിരന്നു. കുട്ടൻകുളങ്ങര ദേവസ്വം രാമദാസ്, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ഗജവീരന്മാരാണ് പങ്കെടുത്തത്. കുട്ടൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് PV രാമകൃഷ്ണൻ, സെക്രട്ടറി C വിജയൻ, വൈസ് പ്രസിഡന്റ് സജീവ്, കമ്മിറ്റി അംഗങ്ങളായ ജയകൃഷ്ണൻ, വിനീഷ്, സുരേഷ് തുടങ്ങിയവർ ആനയൂട്ടിന് നേതൃത്വം നൽകി. നെല്ലായി ആലത്തൂർ റെയിൽവേ ഗേറ്റിന് സമീപം യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. ആനന്ദപുരം സ്വദേശി 35 വയസ്സുള്ള സജീവനാണ് മരിച്ചത്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 87-88 വർഷത്തെ SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ കാൽ നൂറ്റാണ്ടിന് ശേഷം സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു. അന്തിക്കാട് SIC പ്രേമാനന്ദ കൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രശർമ്മൻ അധ്യക്ഷനായിരുന്നു. സംവിധായകൻ ഷൈജു അന്തിക്കാട് മുഖ്യാതിഥിയായിരുന്നു. പൂർവ്വ അധ്യാപകരായ ലീല രുക്മിണി, പത്മലാക്ഷി എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു. കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. മുറ്റിച്ചൂർ ശ്രീരാമൻചിറ പാടശേഖര സമിതിയുടെ 6ാമത് കൊയ്ത്തുത്സവം ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീജ സദാനന്ദൻ, പഞ്ചായത്ത് അംഗം CK ദിവ്യാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് താന്യം പഞ്ചായത്തുകളിലായി കിടക്കുന്ന 72 ഏക്കർ നിലത്താണ് കൃഷി ഇറക്കിയത്. അഖില കേരള ധീവരസഭ ചന്ദ്രാപിന്നി കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കരയോഗം അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് കോഴിപ്പറമ്പിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ധീവരസഭ സംസ്ഥാന സെക്രട്ടറി AK പീതാംബരൻ പുരസ്കാര വിതരണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. വാർഡംഗം KA പുരുഷോത്തമൻ, കാവുങ്ങൽ മണി തുടങ്ങിയവർ സംസാരിച്ചു. CPI കടപ്പുറം ലോക്കൽ കമ്മിറ്റി സമ്മേളനം അഞ്ചങ്ങാടിയിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. AK അർജുനൻ അധ്യക്ഷനായിരുന്നു. KK സുധീരൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, ലത്തീഫ് എടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അമലാനഗർ സെന്റ് ജോസഫ് ദേവാലയം സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്താണ് ഇടവക പ്രഖ്യാപനം നടത്തിയത്. നവീകരിച്ച അൾത്താരയുടെ ആശീർവാദ കർമ്മവും മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും തിരുകർമ്മങ്ങളും ഇതോടൊപ്പം നടന്നു. പേരാമംഗലം പള്ളി വികാരി ഫാദർ ജോൺ കിടങ്ങൻ, ഫാദർ വാൾട്ടർ തേലപ്പള്ളി, ഫാദർ ജിയോ കടവി, IA പോൾസൺ, ജോർജ് ഫെൻസൺ പീറ്റർ, ബാബു എന്നിവർ പങ്കെടുത്തു. സ്ത്രീധന പീഡന കേസിൽ ജാമ്യമെടുക്കാതെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് ഒരുമനയൂർ രായമരക്കാർ വീട്ടിൽ ഷാജിയാണ് അറസ്റ്റിലായത്. 2013-ലാണ് കേസിനാസ്പദമായ സംഭവം. ചാവക്കാട് SI MK ഷാജി, CPOമാരായ വിൻസെന്റ്, സുരേന്ദ്രൻ എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു.
പറപ്പൂക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിഷൻ നെടുമ്പാൾ സംഘടിപ്പിച്ച സമ്പൂർണ്ണ അവയവദാന ബോധവൽക്കരണ ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എ ഷാജു ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസ് പന്തലൂക്കാരൻ അധ്യക്ഷനായിരുന്നു. ബിഎസ്സി ബയോടെക്നോളജി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ശിൽപ പി ചന്ദ്രനെ അനുമോദിച്ചു. ജോസ് ജെ ചിറ്റിലപ്പിള്ളി, ഡോക്ടർ ഹരീന്ദ്രനാഥ്, അനുദാസൻ, രാമദാസ് കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കരുത് എന്നാവശ്യപ്പെട്ട് കൺസ്യൂമർ ഫെഡിന്റെ നന്മ സ്റ്റോറിലെ ജീവനക്കാരിയെ വ്യാപാരി തള്ളിയിട്ടതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് കുഴൂരിലെ വ്യാപാരിയായ പുളിക്കൽ തോമസിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. പീഡനമടക്കമുള്ള കുറ്റങ്ങൾക്കാണ് തോമസിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഗാന്ധിയനും സർവോദയ നേതാവുമായിരുന്ന തിരുവത്ര ദാമോദർജിയെ അനുസ്മരിച്ചു. ദാമോദർജി അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ബാലികാ സദനത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെ വി അബ്ദുൽ ഖാദർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മുൻ എംപി സി ഹരിദാസ് അധ്യക്ഷനായിരുന്നു. സർവോദയ നേതാവ് തായാട്ട് ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ എ കെ സതീരത്നം, അനുസ്മരണ സമിതി ജനറൽ കൺവീനർ സജീവൻ നമ്പ്യത്ത്, തേർലി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടെ കുണ്ടുവക്കടവ് പുഴയോരത്ത് നിന്ന് അനധികൃതമായി മണലെടുത്ത് വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷ ഗുരുവായൂർ പോലീസ് പിടികൂടി. ബ്രഹ്മകുളം പാലാ ബസാറിൽ നിന്നാണ് മണലുമായി വരികയായിരുന്ന പെട്ടി ഓട്ടോ പിടികൂടിയത്. ഗുരുവായൂർ എസ്ഐ ടി ജി ദിലീപിന്റെ നേതൃത്വത്തിൽ നൈറ്റ് പട്രോളിംഗ് നടത്തുമ്പോൾ സംശയം തോന്നി വാഹനം തടഞ്ഞപ്പോഴാണ് മണലാണെന്ന് കണ്ടെത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. പൂച്ചിനിപ്പാടം കൈരളി റീജൻസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന് മുന്നോടിയായി നിർധനരായ 500 കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ വട്ടക്കുഴി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ടി വി വേണു, സി കെ രാജൻ, രാമദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആമ്പല്ലൂർ കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണം ഫെയർ ആരംഭിച്ചു. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച ഓണം ഫെയറിന്റെ ഉദ്ഘാടനം മുൻ എംഎൽഎ ടി വി ചന്ദ്രമോഹൻ നിർവഹിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം കല്ലൂർ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ നളിനി, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസൻ തയ്യാലക്കൽ, എം വിദ്യാധരൻ, കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പ്രവാസി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി പി കെ ജമാലുദ്ദീൻ, വൈസ് പ്രസിഡന്റായി എ കെ അബ്ദുള്ള മോൻ, ഓണററി സെക്രട്ടറിയായി ഷക്കീർ കരിക്കയിൽ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കെ കെ കാർത്തിയായനി, നഫീസക്കുട്ടി, എ കെ അബ്ബാസ്, മുഹമ്മദ് സയ്യിദ് തുടങ്ങിയവരാണ് മറ്റ് ഭാരവാഹികൾ. ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ കെ അശോകൻ അധ്യക്ഷനായിരുന്നു. കെ കെ കൊച്ചു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം താര മണികണ്ഠൻ, വി ബി രാജൻ, ഷാജൻ കൈപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് മതബോധന വിദ്യാർത്ഥികൾ പൂക്കളങ്ങൾ തീർത്തത്. നാടൻ പൂക്കൾ ഉപയോഗിച്ചായിരുന്നു മിക്ക പൂക്കളവും ഒരുക്കിയത്. വികാരി ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂർ മത്സരം ഉദ്ഘാടനം ചെയ്തു. മതബോധന പ്രധാനാധ്യാപിക മേഴ്സി ജോയ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജോർജ് പോൾ, ടി സി ജോർജ്, ട്രസ്റ്റി ടി കെ ജോഷി മോഹൻ എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് വികാരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോടന്നൂർ ഇടവകയിലെ കെസിവൈഎമ്മിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഫാദർ ജോർജ് അക്കര വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കെസിവൈഎം പ്രസിഡന്റ് അനുഷ് ആന്റോ അധ്യക്ഷനായിരുന്നു. കെസിവൈഎം കാത്തലിക് യൂണിയൻ ഒല്ലൂർ ഫൊറോന ചെയർമാൻ ഡെൻസൺ ചിറയത്ത് അരി വിതരണം ചെയ്തു. ഡെൽവിൻ ഡേവിസ്, അലോഷ് ആന്റോ, ഡെനിൽ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. മമ്മിയൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയ ഭക്തയുടെ മാല കവർന്ന യുവാവിനെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ചങ്ങരംകുളം ചൊവ്വലൂർ വീട്ടിൽ ഹരീഷാണ് പിടിയിലായത്. പാലക്കാട് പുത്തൂർ ചാന്ദിനിയിൽ വിശ്വനാഥന്റെ ഭാര്യ ചന്ദ്രികയുടെ മാലയാണ് ഇയാൾ കവർന്നത്. മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലെ റോഡരികിൽ നിൽക്കുകയായിരുന്ന ചന്ദ്രികയെ ആക്രമിച്ച് മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു. ചന്ദ്രിക ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിയെ പിന്തുടർന്ന് പിടികൂടി. ദേശീയപാത നന്ദിക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ആനന്ദപുരം സ്വദേശി ജനാർദ്ദനൻ, പുല്ലൂർ സ്വദേശികളായ മോഹനൻ, ശ്രീനാഥ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇവരെ കൊടകര, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു.
കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കൺവെൻഷൻ ഡിസിസി ജനറൽ സെക്രട്ടറി AS വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷനായിരുന്നു. ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ CU ജേക്കബ്, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി E രമേശൻ, ബിജേഷ് പന്നിപുലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട CK ഉണ്ണികൃഷ്ണന് സ്വീകരണം നൽകി. 2, 3, 4 വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. കീഴൂർ സെന്ററിൽ ചേർന്ന സ്വീകരണ സമ്മേളനം VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KC ബാബു അധ്യക്ഷനായിരുന്നു. ഡിസിസി ജനറൽ സെക്രട്ടറി സാറാ മാമാത്തപ്പൻ, മണ്ഡലം പ്രസിഡന്റ് KV ഗീവർ, മുൻ ചെയർമാൻ CV ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് കോതകുളം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ പൊതുപരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അവാർഡ് ദാനവും നടത്തി. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. മദ്രസ പ്രസിഡന്റ് PM ഷെരീഫ് അലി അധ്യക്ഷനായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VB ഷെരീഫ് അവാർഡ് ദാനം നിർവഹിച്ചു. വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയുടെ 150ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചേലക്കരയിൽ പ്രാദേശിക സെമിനാർ നടത്തി. K രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാലമേനോൻ അധ്യക്ഷനായിരുന്നു. മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നീതിന്യായ നിർവഹണം എന്ന വിഷയം അവതരിപ്പിച്ചു. വാർഷികാഘോഷ കമ്മിറ്റി മീഡിയ കൺവീനർ അഡ്വക്കേറ്റ് എൽദോ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് C ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപ്രവർത്തകർ തമ്മിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പാരസ്പര്യമുണ്ടാകുന്നത് സമൂഹത്തിൽ ഗുണം ചെയ്യുമെന്ന് സഹകരണ ഖാദി വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യകാരി സുമംഗലയെ വടക്കാഞ്ചേരിയിൽ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂല്യബോധമുള്ള കഥകൾ തലമുറയ്ക്ക് നൽകിയ വ്യക്തിത്വത്തിന് ഉടമയാണ് സുമംഗലയെന്നും അദ്ദേഹം പറഞ്ഞു. PK ബിജു MP അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MLA, മുൻ MLA AC മൊയ്തീൻ, വാസന്തി മേനോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MS ഏലിയാമ്മ, ലൈബ്രറി പ്രസിഡന്റ് V മുരളി, സെക്രട്ടറി ജോൺസൺ പോണലൂർ, മുസ്ലിം ലീഗ് നേതാവ് KS ഹംസ എന്നിവർ സംസാരിച്ചു. ഫാദർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ രചിച്ച ലഹരി വിരുദ്ധ യജ്ഞം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വാസന്തി മേനോൻ സുമംഗലയ്ക്ക് നൽകി നിർവഹിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ഗ്രാമവാർത്തകളുമായി ദീപു ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ചാവക്കാട് മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് സമരം പിൻവലിച്ചു. സ്പീഡ് ഗവർണറുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തുവെന്ന് ആരോപിച്ചായിരുന്നു പണിമുടക്ക്. പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കണ്ടശങ്കടം ജലോത്സവത്തിന് തുടക്കമായി. ജലോത്സവ നഗരിക്ക് മിഴിവേകി കുടുംബശ്രീ കലോത്സവം അരങ്ങേറി. തിങ്കളാഴ്ച വിനായക ചതുർത്ഥി. ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യാൻ ഗണേശ വിഗ്രഹങ്ങൾ ഒരുങ്ങി. കൂടുതൽ ഗ്രാമവാർത്തകളിലേക്ക്. ദ്വാരക വിനായക തീരത്ത് തിങ്കളാഴ്ച ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഘോഷയാത്രയായി വരുന്ന 68ഓളം പ്രദേശത്തെ വിഗ്രഹങ്ങളാണ് നിമജ്ജനം ചെയ്യുക. വിനായക തീരത്ത് വൈകിട്ട് 5:30 ചേരുന്ന സമാപന സമ്മേളനത്തിൽ പ്രാന്തീയ ധർമ്മരാജാകരൻ പ്രമുഖ് BK വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തും. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ചാവക്കാട് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ വിവിധ മുന്നൊരുക്കങ്ങൾ നടത്തിയതായി CI KG സുരേഷ്, SI MK ഷാജി എന്നിവർ അറിയിച്ചു. കടലോര ജാഗ്രതാ സമിതിയുടെ 2 ബോട്ടുകൾ കടലിലുണ്ടാകും. നിമജ്ജനം നടക്കുന്ന ദ്വാരക വിനായക തീരത്ത് അഗ്നിശമന സേനയുടെയും സേവാഭാരതിയുടെയും 2 ആംബുലൻസുകളുടെ സേവനവും ഉണ്ടാകും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മഫ്തിയിൽ ഉൾപ്പെടെ 100ഓളം പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിയിൽ പങ്കെടുക്കുന്ന പൂങ്കുന്നം വിവേകാനന്ദ സേവാ സമിതി രക്തദാനം നടത്തി. IMA ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാനത്തിന് ഡോക്ടർ V ഗോവിന്ദൻകുട്ടി, സേവാസമിതി ഭാരവാഹികളായ M രവീന്ദ്രനാഥൻ, CM ബാലകുമാർ, K കേശവദാസ് എന്നിവർ നേതൃത്വം നൽകി. മരത്താക്കരയിൽ ബാർ ഹോട്ടലിൽ ആക്രമണം. ജനറൽ മാനേജർ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ശ്രീവത്സം ബാർ ജനറൽ മാനേജർ സിജോ, മാനേജർ സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെയും ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാറിൽ മദ്യപിക്കാനെത്തിയ 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. പ്രതികളെ സൂചന ലഭിച്ചു. ഒല്ലൂർ പോലീസ് കേസെടുത്തു.
ആടാട്ട് പഞ്ചായത്ത് പട്ടികജാതി പട്ടികവർഗ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ ജില്ലാ കളക്ടർ MS ജയ ഉദ്ഘാടനം ചെയ്തു. ആടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജയലക്ഷ്മി, വാർഡ് മെമ്പർ അജിത കൃഷ്ണൻ, KC വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. 52ാമത് വല്ലച്ചിറ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന വടംവലി മത്സരത്തിൽ യുവജന കലാസമിതി വിജയികളായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികളും തമ്മിൽ നടന്ന സൗഹൃദ വടംവലി മത്സരം വേറിട്ട കാഴ്ചയായി. നിശ്ചല ദൃശ്യങ്ങളോടും വാദ്യമേളങ്ങളോടും കൂടിയ ഘോഷയാത്രയും നടന്നു. ആറാട്ടുപുഴ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഗണേശോത്സവം ആഘോഷിക്കും. മഹാഗണപതിയുടെ വിഗ്രഹവുമായി ഉച്ചതിരിഞ്ഞ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രസന്നിധിയിൽ നിന്ന് ചടങ്ങുകൾ ആരംഭിക്കും. കാവടി, ചിങ്കാരിമേളം, തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ആറാട്ടുപുഴ മന്ദാരം കടവിൽ പ്രവേശിക്കും. തുടർന്ന് ഗണപതി വിഗ്രഹം കടവിൽ നിമജ്ജനം ചെയ്യും. കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ ദേവാലയത്തിലെ 8 നോമ്പ് തിരുനാൾ ആഘോഷമായി കൊണ്ടാടി. ആഘോഷമായി തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഷാജു ചിറയത്ത് കാർമ്മികത്വം വഹിച്ചു. ഫാദർ മഞ്ജുഷ് സാക്രത്ത് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ബിജു പാണങ്കാടന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, തുടർന്ന് പ്രദക്ഷിണം എന്നിവയും നടന്നു. തുടർന്ന് മാതാവിന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കൽ, ഗാനമേള എന്നിവയുണ്ടായിരുന്നു. പള്ളിവികാരി ഫാദർ ഡോക്ടർ ചാക്കോ ചിറമൽ, ജനറൽ കൺവീനർ സാബു മുണ്ടുമൂഴിക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നുവന്നിരുന്ന നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലാ സ്കിൽ ഡെവലപ്മെന്റ് ക്യാമ്പിന് സമാപനമായി. ജില്ലാ പഞ്ചായത്ത് അംഗം ടി നിർമ്മല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദേവൻ പള്ളത്ത് അധ്യക്ഷനായിരുന്നു. NSS ടെക്നിക്കൽ സെൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ ടി ജയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം VK നിർമ്മല, പഴയന്നൂർ GHSS മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല നാഗയക്ഷി ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ 151 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ക്ഷേത്രം സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ ഉണ്ണി വിതരണോദ്ഘാടനം നിർവഹിച്ചു. KU ദേവസി അധ്യക്ഷനായിരുന്നു. MK നാരായണൻ, KV ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. കാട്ടൂരിൽ കല്യാണ വിരുന്നിനിടയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കാട്ടൂർ കുന്നത്തുപീടിക സ്വദേശി മുളങ്കാടൻ വീട്ടിൽ ബിനീഷിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റയാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്യാണ തലേദിവസമുണ്ടായ വാക്കുതർക്കത്തിന്റെ തുടർച്ചയായാണ് സംഘർഷത്തിന് കാരണമെന്ന് പറയുന്നു. മാള ഗ്രാമപഞ്ചായത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിൽ സാക്ഷരതാ ദിനാചരണം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ സാക്ഷരതാ പതാക ഉയർത്തി. ആദ്യകാല സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ PP ചാത്തനെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ദിലീപ് പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. ദീപചന്ദ്രൻ, അഡ്വക്കേറ്റ് G കിഷോർ കുമാർ, CL ബാബു, സാവിത്രി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വികലാംഗ അസോസിയേഷൻ തലപ്പള്ളി താലൂക്കിന്റെ നേതൃത്വത്തിൽ അവശത അനുഭവിക്കുന്ന വികലാംഗർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. സംസ്ഥാന സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ EK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. വികലാംഗ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് E രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV സണ്ണി, വികലാംഗ ക്ഷേമനിധി ബോർഡ് മെമ്പർ കരീം പന്നിത്തറം, വികലാംഗ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മത്തായി, സെക്രട്ടറി ജോസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അംഗങ്ങളായ 60 പേർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വലപ്പാട് ആനവിഴുങ്ങിയിലെ നാട്ടുകാർക്ക് തൃപ്രയാർ സൗഹൃദം സ്നേഹക്കൂട്ടായ്മ ഓണസമ്മാനമായി നൽകിയത് പുതിയ സൗഹൃദം റോഡ്. 30ഓളം കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സൗഹൃദം റോഡ് ലഭിച്ചതിലൂടെ പൂവണിഞ്ഞത്. TN പ്രതാപൻ MLA സൗഹൃദം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗഹൃദം റോഡിനെ പുഷ്പവൃഷ്ടിയോടെ ഏറ്റുവാങ്ങിയ നാട്ടുകാർക്ക് MLA മധുരവും സമ്മാനിച്ചു. പ്രദേശത്തെ 250ഓളം വീടുകളിലേക്ക് MLA തന്റെ ഓണസമ്മാനമായി അശോക തൈകളും സമ്മാനിച്ചു. ഇതോടൊപ്പം സൗഹൃദം സ്നേഹക്കൂട്ടായ്മ അരിയും പായസവും വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായിരുന്നു. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ മുഖ്യാതിഥിയായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VB ഷരീഫ്, വലപ്പാട് ASI KK രാജൻ, സൗഹൃദം ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ഹുസൈൻ പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇതോടൊപ്പം നാട്ടുകാർക്കായി സൗഹൃദം പ്രവർത്തകർ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. കിള്ളിമംഗലം സ്വദേശിനി ഷാജി രാജുവിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ധനശേഖരാർത്ഥം കണ്ണംകുളങ്ങര ക്രിസ്തുരാജ പള്ളി സംഘടിപ്പിച്ച ഓണക്കട ശ്രദ്ധേയമായി. കാരിക്കച്ചറിസ്റ്റ് ജയരാജ് വാര്യർ ആദ്യ വിൽപ്പന നടത്തി. കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷനായിരുന്നു. പള്ളിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് ഓണക്കട ഒരുക്കിയത്. നാലുവറവ്, ശർക്കരപ്പേരി, പലചരക്ക്, അച്ചാറുകൾ, മധുര പലഹാരങ്ങൾ എന്നിവയും ഓണക്കോടികൾക്ക് ടെക്സ്റ്റൈൽ വിഭാഗവും ഓണക്കടയിൽ സ്ഥാനം പിടിച്ചിരുന്നു. നേരത്തെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ശേഖരിച്ച ആക്രി സാധനങ്ങൾ വിറ്റ് ലഭിച്ച തുകയും ഓണക്കടയിൽ നിന്ന് ലഭിച്ച തുകയും ചേർത്ത് 1 ലക്ഷത്തോളം രൂപ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സംഭാവന ചെയ്യാനാവുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എടത്തിരുത്തിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നു. ചിറക്കൽ ചെറുപുഴ കനാൽ വഴി ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതിക്ക് പ്രാഥമിക നടപടികളായി.
എടത്തുരുത്തി പഞ്ചായത്തിലെ 80 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. വി.എസ്. സുനിൽകുമാർ എം.എൽ.എയും വകുപ്പ് മേധാവികളും ജനപ്രതിനിധികളും പദ്ധതി പ്രദേശം സന്ദർശിച്ച് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായി എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിക്കഴിഞ്ഞു. കയ്പമംഗലം പഞ്ചായത്തിനെ കൂടി ബന്ധിപ്പിക്കുന്നതാണ് ചെറുപുഴ തോടെന്നിരിക്കെ ഇരു പഞ്ചായത്തുകളിലെയും ശുദ്ധജലക്ഷാമത്തിനും പദ്ധതി പരിഹാരമാകുമെന്ന് വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ശുദ്ധജലത്തിന്റെ ദൌർലഭ്യം മൂലം നാട്ടികയുടെ നെല്ലറയായ എടത്തുരുത്തിയിലെ കൃഷി സ്വപ്നങ്ങൾ കരിഞ്ഞു തുടങ്ങിയതിനെ തുടർന്നാണ് കൃഷ്ണൻ കണിയാമ്പറമ്പിൽ എം.എൽ.എ. ആയിരിക്കെ ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇത് കടലാസിൽ ഒതുങ്ങുകയായിരുന്നു. താണിശ്ശേരി കനാലിൽ അധികം വരുന്ന ശുദ്ധജലമാണ് ടണൽ വഴി ചിറക്കൽ ചെറുപുഴ തോടിലേക്ക് ഒഴുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി കനോലി കനാലിന് കുറുകെ ടണൽ നിർമ്മിക്കേണ്ടി വരും. നിലവിൽ താണിശ്ശേരി കനോലി കനാലുകൾ സംഗമിക്കുന്ന കൂത്തുമാക്കൽ ഷട്ടർ തുറന്ന് അധിക ജലം കനോലി പുഴയിലേക്ക് ഒഴുക്കുകയാണ് പതിവ്. താണിശ്ശേരി കനാലിൽ അധിക സമയവും ശുദ്ധജലം ആയിരിക്കുമെന്നത് പ്രതീക്ഷകൾക്ക് കരുത്തേകുന്നു. എം.എൽ.എയെ കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ.വി. സതീഷ്, ബീന സുരേന്ദ്രൻ, ഇറിഗേഷൻ എഞ്ചിനീയർമാർ, കെ.എൽ.ഡി.സി അഗ്രികൾച്ചർ ഓഫീസർമാർ തുടങ്ങിയവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. മണലൂർ പാലാഴി സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 500ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. പി.എ. മാധവൻ എം.എൽ.എ. വിതരണോദ്ഘാടനം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.എൻ. സുർജിത്ത് അധ്യക്ഷനായിരുന്നു. വി.എസ്. സുനിൽകുമാർ എം.എൽ.എ. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണം നിർവഹിച്ചു. വാർഡംഗം കെ.ബി. വിനോദൻ, രവി താണിക്കൽ, ക്ലബ് രക്ഷാധികാരി പി.വി. ജോസി, സെക്രട്ടറി വി.എൽ. ലതീഷ്, പ്രസിഡന്റ് കെ.കെ. മനോജ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി നടന്ന ഊട്ടുസദ്യയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് ഇരുമ്പൻ നേർച്ചവിട്ട് വെഞ്ചരിച്ചു. തുടർന്ന് ആഘോഷമായി തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിനോജ് മുളവരിക്കൽ കാർമ്മികത്വം വഹിച്ചു. വികാരി ആന്റണി മുക്കാട്ടുകരക്കാരൻ, ഫാദർ ഷിബു കള്ളമ്പറമ്പിൽ, ഫാദർ ബിബിൻ കളമ്പാടൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായി തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഷാജു ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികനായി. ഫാദർ ജിജ കിലുക്കൻ, ഫാദർ ജിൻഡോ ചിറ്റലപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടന്നു. പള്ളി വികാരി ഫാദർ ജോർജ് മാനേങ്കാടൻ നേതൃത്വം നൽകി. സുവിധം ഫൗണ്ടേഷൻ ചെറുമനേങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കൂട്ടായ്മയും ഓണക്കിറ്റ് ഓണപ്പുടവ വിതരണവും സംഘടിപ്പിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ ഉദ്ഘാടനം ചെയ്തു. സുവിധം ഫൗണ്ടേഷൻ ചെറുമനേങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് പി.ജി. ബാബു അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം ജയന്തി ചന്ദ്രൻ, പന്നിത്തറ മദ്രസ സദർ മുല്ലലിം, മുഹമ്മദ് അലി ലത്തീഫി, കെ.ടി. മണി, ആർ.എം. ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. എസ്.എസ്.എഫ്. ചേലക്കര ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. കെ. രാധാകൃഷ്ണൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേന്ദ്ര മുഷാവറ ഷൈഖുന താഴപ്ര ഉസ്താദ് അധ്യക്ഷനായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ, എം.കെ.എസ്. ഹംസ, മുസ്തഫ കാമിൽ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. ചായപ്പൻകുഴിയിലെ വെട്ടിക്കുഴിയിൽ ആരംഭിച്ച ശാലോം ആക്ഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം കെ.പി. ധനപാലൻ എം.പി. നിർവഹിച്ചു. നിർധനരായ 50 പേർക്കുള്ള പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ശശി, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി ചക്കന്തറ, വൈസ് പ്രസിഡന്റ് ജയ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിൽ നിർമ്മിക്കുന്ന സുർജിത്ത് EMS ഭവന്റെ ഫണ്ട് ശേഖരണം CPM ജില്ലാ സെക്രട്ടറി A.C. മൊയ്തീന്റെ നേതൃത്വത്തിൽ പരുത്തിപ്പുറയിൽ നടന്നു. CPM ഏരിയ സെക്രട്ടറി സേവർ ചിറ്റിലപ്പള്ളി, ലോക്കൽ സെക്രട്ടറി K.P. മദനൻ, K.A. ഫിറോസ് എന്നിവർ പങ്കെടുത്തു. മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന നിറയും പുത്തരിയും ചടങ്ങ് ഭക്തി നിർഭരമായി. പൂജകൾക്ക് മേൽശാന്തിയാക്കി അനന്തൻ കാർമ്മികത്വം വഹിച്ചു. പൂജിച്ചെടുത്ത നെൽക്കതിരുകൾ ക്ഷേത്രത്തിന്റെ കോണുകളിൽ സ്ഥാപിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അമൃതാനന്ദമയുടെ 60ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അയ്യന്തോൾ പഞ്ചിക്കൽ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. മേയർ ഐ. പീപ്പിൾ വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ചെയ്തു. 60ാം പിറന്നാളിനനുസ്മരിച്ച് 60 വൃക്ഷത്തൈകളാണ് ക്ഷേത്രാങ്കണത്തിൽ നട്ടത്. അയ്യന്തോൾ അമൃതാനന്ദമയി മഠം ഭാരവാഹികളായ ബ്രഹ്മചാരി ജയശങ്കർ, ബ്രഹ്മചാരി ശ്രീജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചേലക്കോട്ടുകര മാറാപ്പുറം പള്ളി ഇടവകയിലെ 70 തികഞ്ഞവരെ ആദരിച്ചു. ആദര സംഗമ സമ്മേളനം മാറാപ്പുറം മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ ലാസർ മഠത്തുംപടി അധ്യക്ഷനായിരുന്നു.
മാർ യോഹനാൻ യോസഫ് എപ്പിസ്കോപ്പ, മാർ ഔഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ, IG ജോയ്, കോർപ്പറേഷൻ കൌൺസിലർ സൂസൻ ബേബി, സജി ജോൺ പാലിശ്ശേരി, അബി തട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവമ്പാടി സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാവപ്പെട്ടവർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. വെസ്റ്റ് CI രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ മാധവൻകുട്ടി അധ്യക്ഷനായിരുന്നു. ദേവസ്വം സെക്രട്ടറി C വിജയൻ, T ശശിധരൻ, കൌൺസിലർമാരായ K ഗിരീഷ് കുമാർ, പുല്ലാട്ട് സരളാദേവി എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള കളരിക്കുറുപ്പ് കളരിപ്പണിക്കർ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവേകോദയം സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് രാജീവ് കളരിക്കൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, സന്ദീപ് ആർ കുറുപ്പ്, രാമചന്ദ്രൻ വിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ചാവക്കാട് മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. പോലീസ് ഇടപെടലിനെ തുടർന്ന് സമരം പിൻവലിച്ചു. സ്പീഡ് ഗവർണറിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തുവെന്ന് ആരോപിച്ചായിരുന്നു പണിമുടക്ക്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന കണ്ടശങ്കടം ജലോത്സവത്തിന് തുടക്കമായി. ജലോത്സവ നഗരിക്ക് മിഴിവേകി കുടുംബശ്രീ കലോത്സവം അരങ്ങേറി. തിങ്കളാഴ്ച വിനായക ചതുർത്ഥി. ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യാൻ ഗണേശ വിഗ്രഹങ്ങളൊരുങ്ങി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു.